യുലെഫോൺ എന്ന ബ്രാൻഡിന്റെ യുലെഫോൺ ആർമർ പാഡ് 3 Pro എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു റഗഡ് ടാബ്ലറ്റ് ആണ്. അതുപോലെ തന്നെ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഈ ഒരു ടാബിൽ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യുലെഫോൺ ആർമർ പാഡ് 3 Pro എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു ടാബ്ലറ്റ് വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ടെസ്റ്റ് റെസിസ്റ്റന്റുമാണ്. അത് മാത്രമല്ല MIL STD 810H സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു ടാബ് കൂടിയാണ് ഒരു ടാബ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ 1100 ലൂമൻസിന്റെ ഡ്വൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വലിയ ഫ്ലാഷും കാര്യങ്ങളൊക്കെ ടാബിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ലൈറ്റും ഇതിൽ വരുന്നുണ്ട്. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ യൂസ്മാറ്റ് എക്സ്പാൻഷൻ കണക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം പല ഡിവൈസുകളും നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുമാത്രമല്ല HDMI പോർട്ട് വരെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ NFC സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ബാറ്ററിയാണ്. 33,280 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിൽ വരുന്നത്. പൊതുവേ ടാബുകളിൽ 10,000 mAh ബാറ്ററി എന്നൊക്കെ പറയുന്നത് തന്നെയാണ് നല്ല ബാറ്ററി കപ്പാസിറ്റി. ആ ഒരു ടൈമിലാണ് ഇതിൽ 33,000 മുകളിൽ വരുന്ന ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വരുന്നത്. അതുമാത്രമല്ല 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം നല്ലൊരു ചാർജിംഗ് സ്പീഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. അപ്പം മികച്ച ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ടാബിന്റെ പിന്നിൽ 50 മെഗാപിക്സലിന്റെ f1.95 വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് സാംസങ് GN1 സെൻസറാണ്. പിന്നെ സെൻസർ സൈസ് വരുന്നത് 1/1.31 ഇഞ്ചാണ്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിന്റെ f2.45 വരുന്ന സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി ഡിസ്പ്ലേയുടെ അടുത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 10.36 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 26,600 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ടാബ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ടാബുകളുടെ കാര്യത്തിൽ LCD പാനൽ ഓക്കെയാണ്. ഇപ്പോൾ ഫോണുകളുടെ ഒക്കെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ AMOLED ഡിസ്പ്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ LCD ഡിസ്പ്ലേ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. റെസൊല്യൂഷൻ വരുന്നത് 1200x2000 ആണ്. പിന്നെ 5:3 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഒരു ടാബ്ലറ്റ് വരുന്നത്. ഏകദേശം 80% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ബ്രൈറ്റ്നസ് വരുന്നത് 500 nits ആണ്. പിന്നെ ടാബിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekന്റെ MT8788 എന്ന പ്രോസസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 26,600 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോസസർ അല്ല. അപ്പോൾ പ്രോസസർ ശരിക്കും നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഇതിൽ 4G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ടാബിൽ 8GB റാമും 256GB ഇന്റേണലുമാണ് വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ NFC സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ടാബിൽ നമ്മൾ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഈ ഒരു ടൈമിലൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ടാബിൽ Android 14 സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ. പിന്നെ വെയിറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 1243 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. വളരെ വെയിറ്റ് കൂടിയ ഒരു ടാബാണ്. അതുപോലെ തന്നെ തിക്നെസ് 21.2 mm വരുന്നുണ്ട്. അപ്പോൾ തിക്നെസ്സും വളരെ കൂടുതലാണ്. അപ്പോൾ സാധാരണ ടാബുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ 3 ഇരട്ടി 4 ഇരട്ടി വെയിറ്റും തിക്നെസ്സൊക്കെ ഇതിന് വരുന്നുണ്ട്. പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയും വരുന്നുണ്ട്. പിന്നെ റഗഡ് ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ ടാബ് ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇതിന്റെ വില വരുന്നത് $319.19 ആണ്. അതായത് ഏകദേശം 26,600 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും റഗഡ് ഫോണൊക്കെയാണ്. അതുപോലെ തന്നെ HDMI പോർട്ടും യൂസ്മാർട്ട് എക്സ്പാൻഷൻ കണക്ടറും പിന്നെ ടാബിന്റെ ബാക്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മികച്ച ഒരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രൊസസ്സറൊന്നും ഇതിൽ വരുന്നില്ല. പെർഫോമൻസ് ഓറിയന്റഡ് ടാബ്ലറ്റ് അല്ല, വേറെ പല ഫീച്ചേഴ്സുമാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ യുലെഫോൺ ആർമർ പാഡ് 3 Pro എന്ന പുതിയൊരു ടാബ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു ടാബ് നിങ്ങൾ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.